287, 286, 278, 277 IPL ഹയസ്റ്റ് ടീം ടോട്ടൽസ്. ഈ സ്കോറുകളെല്ലാം അടിച്ചുകൂട്ടിയത് ഒരൊറ്റ ടീം, സൺറൈസേഴ്സ് ഹൈദരാബാദ്. റെക്കോർഡുകൾ അടിച്ചു പറത്താനും 10 വർഷമായുള്ള കിരീട വരൾച്ച അവസാനിപ്പിക്കാനും ഉറച്ച പോരിനൊരുങ്ങുകയാണ് ഓറഞ്ച് പട. റണ്ണേഴ്സ് അപ്പായ ടീം കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത് പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത്. അവിടെ നിന്നൊരു തകർപ്പൻ കംബാക്ക് അതായിരിക്കും ഇക്കുറി SRHന്റെ ലക്ഷ്യം. അവസാന സീസൺ കളിച്ച ടീമിൽ തരക്കേടില്ലാത്ത അഴിച്ചുപണികൾ നടത്തിയാണ് SRH IPL ഇറങ്ങുന്നത്. പേപ്പറിൽ കരുത്തരാണ് സൺറൈസേഴ്സ്. IPLന്റെ 19ാം പതിപ്പിലെ മോസ്റ്റ് എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റ് ഉള്ള ഒരു ടീം അവരുടേതാണെന്ന് നിസ്സംശയം പറയാം. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ എന്നീ 3 ലെഫ്റ്റീസാണ് നിരക്കുന്ന ടോപ്പ് 3ക്ക് ഏതൊരു ബൗളിംഗ് നിരയും തച്ചു തകർക്കാനുള്ള കെൽപ്പുണ്ട്. മധ്യനിരയിൽ ഹെൻറിച്ച് ക്ലാസിന്റെ വെടിക്കെട്ടും നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബാറ്റിംഗ് മികവും ടീമിന് കരുത്താണ്. ഈ നിരയിലേക്ക് എത്തുന്ന ലിയാം ലിവിങ്സ്റ്റണിന്റെ ബിഗ് ഹിറ്റ് എബിലിറ്റിയും അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നുണ്ട്. ഇനി ബൗളിംഗിലേക്ക് വരാം. ബാറ്റിംഗ് ഓർഡറിലെ അത്രയും കരുത്തില്ല സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളിംഗ് നിരയ്ക്ക്. നായകൻ പാറ്റ് കമിൻസ്, ഇന്ത്യൻ പേസർ ജയദേവ് ഉനദ്കട്ട്, ശ്രീലങ്കൻ താരം ഇഷാൻ മലിംഗ എന്നിവരാണ് ടീമിലെ പ്രധാന ബൗളർമാർ. ഇതിൽ പാറ്റ് കമിൻസും ഇഷാൻ മലിംഗയും പരിക്കിന്റെ പിടിയിലാണെന്നത് ടീമിന് ആശങ്കയേറ്റുന്ന കാര്യമാണ്. മികച്ചൊരു സ്പിന്നറുടെ അഭാവവും ഈ സീസണിൽ ഹൈദരാബാദിന്റെ പ്രകടനങ്ങളെ ബാധിക്കാൻ സാധ്യതയേറെയാണ്. IPLൽ 2ാം കിരീടമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ ടീമിലെ കീ പ്ലേയേഴ്സ് പേപ്പറിലേക്ക് അടുത്ത് കളത്തിലും തെളിയിച്ചാൽ അവർക്ക് 2026-ൽ 2016 ആവർത്തിക്കാം.